നമ്മൾ ഇന്നൊരു പരീക്ഷണം ചെയ്യാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, നമ്മുടെ തോട്ടത്തിൽ നല്ല റെഡ് റോസ് ഉണ്ടായിട്ടുണ്ട്. ഇത് പിന്നെ ഒരു 3 ദിവസമായിട്ടുണ്ട്. നമ്മൾ ഈ ഒരു റോസ് കഴുകി ഉണക്കാൻ പോവാണ് കേട്ടോ. നമുക്ക് ഉണക്കിയത് ഉണങ്ങാൻ ചിലപ്പോൾ ടൈം എടുക്കുമായിരിക്കും എന്ന് തോന്നണം കേട്ടോ. മേ ബി 4 days വേണ്ടി വരും. ഇതിപ്പോൾ സെക്കൻഡ് ഡേ അല്ല, പേപ്പർ പോലെ ആയിട്ടാണ്. റോൾ ബോയിൽ ചെയ്യുന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഫസ്റ്റ് ടൈം ഐ ട്രൈങ് ദ റോസ് ടീ. ഓക്കെ, നമ്മളിത് കുറച്ച് നേരം സിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കിത് അടച്ചു വെക്കാം. ഇതിൻ്റെ കളറൊക്കെ ഫേഡ് ചെയ്തു. ഫുൾ ഡാർക്ക് റെഡ് ഷെയ്ഡായിരുന്നു. അപ്പം അതൊക്കെ മാറി ഒരു ലൈറ്റ് പിങ്ക് ആയിട്ടുണ്ട്. കണ്ടോ, പ്ലെയിൻ വാട്ടറിൽ നിന്ന് മാറിയതിൻ്റെ കളർ ചേഞ്ച് കണ്ടോ. 200 തൊട്ട് 2000 രൂപ വരെ വരാൻ ചാൻസ് ഉള്ള റോസ് ടീ ഒരു ചെലവുമില്ലാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് മനസ്സിലായി. എക്സ്പെരിമെന്റ് ബേസിൽ ഞാൻ ചെയ്തതാണ്. കാരണം പറഞ്ഞല്ലോ, നമ്മൾ മാരേജസിലൊക്കെ നമ്മളിങ്ങനെ ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പം അത് എന്തോരം നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുമെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് ഞാനത്. കണ്ടല്ലോ, ഈ കളർ ഡിഫറൻസ് കണ്ടല്ലോ. സ്മെല്ല് ചെയ്ത് നോക്കാം. ലൈറ്റ് സ്മെല്ലാ വരുന്നത്. നമുക്കൊന്ന് കുടിച്ചു നോക്കാം. ചെറിയൊരു ബിറ്റർനെസ്സും ആ റോസ് പെറ്റൽസിന്റെ ഒരു കടിക്കുന്ന ഒരു ടേസ്റ്റ് ഇല്ലേ, അത് കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടും റോസ് പെറ്റൽസ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള റോസ് ടീ കുടിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ്. റിച്ച് ഇൻ ആന്റി ഓക്സിഡന്റ് ആണ്. അപ്പൊ നമുക്കും ഇതുപോലെ റോസ് ടീ, ഈ റോസ് ടീ ഒക്കെ നല്ല റോയൽ ആയിട്ട് വീട്ടിലായാലും ഉണ്ടാക്കി കുടിക്കാം. ഓക്കെ ദെൻ, സൈനിങ് ഓഫ് ഷിഫി, ബൈ.